ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിത അരുൺകുമാർ. ഞാൻ സൂററ്റിലാണ്, ഗുജറാത്തിൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. എൻ്റെ ചാനലിൻ്റെ പേര് രാ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സ്. അപ്പോൾ ഞാനിപ്പോൾ മഹാലക്ഷ്മിയുടെ അമ്പലത്തിലേക്ക് പോയി വന്നിട്ട് നമുക്ക് ഗുജറാത്തിൽ പൂജകൾക്ക് ഒക്കെ ഉണ്ടാക്കണ പൂജ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിശേഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഖീർ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്നൂപ്പി ഞങ്ങളുടെ സ്നൂപ്പി കുട്ടനാണ്. ഇവനാണ് എൻ്റെ ഇപ്പോഴത്തെ നേരം പോക്ക്. കുട്ടികളൊക്കെ പോയി കഴിയുമ്പോൾ ഇവൻ്റെ കൂടെയാണ് എൻ്റെ കളികൾ. ഡുമ്മസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതൊരു കടലോര പ്രദേശമാണ്. ഈ അമ്പലത്തിലേക്ക് ഞാൻ കുറേ വർഷങ്ങളായിട്ട് വരുന്നതാണ്. നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. പ്രസാദം അമ്പലത്തിലെ ഷീരോ ഇത് റവോണ്ടാണ് ഉണ്ടാക്കണത്. നെയ്യ് ഇത് മഹാകാളിയുടെ അമ്പലമാണ്. ഡുമ്മസിലെ തന്നെ ഇതൊരു ഗ്രാമപ്രദേശമാണത്. ഇത് മഹാകാളിയുടെ അമ്പലം. ഇത് നമ്മൾ കൊണ്ട് മഹാകാളിയുടെ അമ്പലത്തിലേക്കാണ് പോണത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് വരുന്നതാണ്. അപ്പം നമ്മളിത് മഹാകാളിയുടെ അമ്പലത്തിൻ്റെ നടക്കിലെത്തി. അവിടെ ഇരിക്കുന്നത് മഹാകാളിയുടെ ഭക്തനാണ്. അവിടെ ഇരിക്കുന്നത് ഇന്ന് ഇവിടെ ആട്ടാണ്, വെള്ളിയാഴ്ച ആട്ടാണ്. അപ്പോൾ ആട്ടത്തിന് എല്ലാവരും ഈ മഹാകാളിയെ ഒക്കെ തൊഴാനായിട്ട് വരും. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇപ്പം ഞാൻ ഖീർ ഉണ്ടാക്കാൻ പോണു. സാബുദാനയുടെ അത് ഇവിടെ ഉണ്ടാക്കണ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കണ ഒരു ഖീറാണ്. ഖീർ എന്ന് വെച്ചാൽ പായസം, ഇവർ ഖീർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഉണ്ടാക്കാം. ഇതിന് നല്ല കൊഴുപ്പുള്ള പാല് വേണം കേട്ടോ. നല്ല കൊഴുപ്പുള്ള പാല് വേണം, അമൂലിൻ്റെ ഗോൾഡിൻ്റെ. എന്നിട്ട് അടുപ്പ് കത്തിച്ച്
സോറി. പാല് നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കാനുള്ളൂ, ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പാല് തിളച്ചു. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ സാബുത്താണ് ഇടണത്. നമ്മുടെ നാട്ടിൽ ചവ്വരി എന്നാ പറയാം കേട്ടോ. അപ്പോൾ അതേ പാല് തിളച്ച് ഇടണം. ഇതൊരു അരക്കപ്പുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതിൽ ഞാൻ ഏലക്ക പൊടിച്ചിട്ടേക്കണത് കേട്ടോ. അത് ഏലക്ക അതും കൂടി നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഇത് പായസം കണ്ട ഒരുവിധം നല്ല വെന്ത് വറ്റി ചെറിയൊരു പിങ്ക് കളർ പോലെയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഞാനിവിടെ ബദാമും കശുവണ്ടിയും മാത്രം ഇടണം. അത് നന്നായിട്ട് ഇളക്കാം. റെഡിയായി. ഞാനിത് സെർവിങ് ബൗളിലേക്ക് പകർത്താൻ പോകും. എന്താ ഈ ഇതിലേക്ക് അളവിലെടുക്കണം കേട്ടോ. ഇത് ഇരുന്നിട്ട് കുറുതാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ഇടണം കേട്ടോ. ചെറുതായിട്ട് കുങ്കുമപ്പൂവ് ഇങ്ങനെ വിതറി കൊടുക്കണം. നമ്മുടെ സാബുദാനയുടെ ഖീർ റെഡിയായി. ഈ സാബുദാന ഞാൻ നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഊറ്റി വെച്ചിട്ടാട്ടാ ഇതിലേക്ക് ഇട്ടത്. ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ സ്നൂപ്പിയും കൂടിയും പായസം കുടിക്കുകയാണ്. നല്ലതാണ്. സ്നൂപ്പിക്ക് തരാട്ടാ അമ്മ. നല്ല പായസമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് എൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം, സപ്പോർട്ടൊക്കെ ചെയ്യണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയണം. ഇതാണ് എൻ്റെ ആദ്യത്തെ എപ്പിസോഡാണത്. അപ്പം നമുക്കിനി ഇങ്ങനെ എൻ്റെ ചെറിയ കുക്കിംഗ് വീഡിയോയും ഇവിടെ സൂററ്റിലെ കാഴ്ചകളും ഞാൻ യാത്ര പോണതും ഒക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സന്തോഷം സമാധാനമായിട്ട് ഇരിക്കുക. കുടിച്ചോ പായസം.